മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാം വാക്യം. ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന അച്ഛൻ പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ എവിടെയൊക്കെ ഈ പ്രാർത്ഥന ആവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കൃപ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സുഹൃത ജപമാണ്. ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഇവിടെ ബർത്തമയോസ് പ്രാർത്ഥിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഒരാൾ ഈ പ്രാർത്ഥന ആവർത്തിക്കുമ്പോൾ അവൻ അതിനാൽ തന്നെ പറയുകയാണ്, ഇവൻ ദാവീദിന്റെ പുത്രനായ ഈശോയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ ദാവീദിന്റെ പുത്രനായ ഈശോയാണ്. അവനിൽ ആണ് എൻ്റെ ആശ്രയം, അവനിലാണ് എൻ്റെ ജീവിതം ആശ്രയം വെച്ചിരിക്കുന്നത്. എന്നിൽ കനിയണമേ. കനിവ് ഇറങ്ങുന്നതും കനിവ് നൽകുന്നതും ഇവനാണെന്ന് ഞാൻ അതിനാൽ തന്നെ ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണ് ഈ സുഹൃത ജപത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൽ എവിടെയും ഈ പ്രാർത്ഥന ആവർത്തിച്ചപ്പോഴത്തെല്ലാം സ്വർഗം കാരുണ്യം ഒഴുക്കിക്കൊണ്ട് ഇറ്റിറ്റായി കാരുണ്യം ഇറങ്ങുന്നതായി നമ്മൾ കാണാൻ കഴിയും. ഇവിടെ ബർത്തമയോസിൻ്റെ ജീവിതത്തിൽ എന്നത്തേക്കുമായി കാഴ്ച അടഞ്ഞുപോയി എന്ന് തോന്നി. ഒന്നും ഇനിമേൽ അവൻ്റെ ദൃഷ്ടിവിധത്തിൽ വരുന്നില്ല എന്ന് വിളിച്ചപ്പോൾ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. സ്വർഗത്തിന് അവൻ്റെ ജീവിതത്തിലേക്ക് വേരോട്ടം ലഭിച്ചതിൻ്റെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ആവർത്തിച്ച് പ്രാർത്ഥിച്ചാലോ സ്നേഹമുള്ള ദൈവപൈതലേ? ഇതേ പ്രാർത്ഥന മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാം വചനം 1000 വട്ടം നിൻ്റെ നിയോഗം ചേർത്ത് വെച്ച് ആവർത്തിച്ചോളുക. ഇവിടെ സുവിശേഷത്തിൽ നടന്ന അതേ അത്ഭുതം നിൻ്റെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടുമെന്നത് 100% ഉറപ്പുള്ള പ്രാർത്ഥനയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ചേർന്ന് പറയാം, ആമേൻ.